രാജ്യസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPIM CPI ഉഭയകക്ഷി ചർച്ച നാളെ നടക്കും. കേരള കോൺഗ്രസ് എമ്മുമായും CPIM ചർച്ച നടത്തും. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അതിനിടയിലാണ് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് CPIM കടക്കാൻ പോകുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഘടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മും CPIയും RJDയും ഒക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് CPIM കടക്കാൻ പോകുന്നു. CPIയുമായുള്ള CPIMന്റെ ഉഭയകക്ഷി ചർച്ച അത് നാളെ നടക്കും. കേരള കോൺഗ്രസ് എമ്മുമായും CPIM ചർച്ച നടത്തും. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. തെരഞ്ഞെടുപ്പ് തോൽവി കൂടിയൊക്കെ പരിഗണിച്ച് എന്തായാലും ആ സീറ്റ് വേണം എന്നുള്ള ആവശ്യം പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ഏത് തരത്തിലുള്ളൊരു അനുനയ ഫോർമുലയായിരിക്കും CPIM മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി ചേരും. ഷഫീദ്, ഈ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് CPI. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. RJDയും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ ഒരു അനുനയ ഫോർമുല CPIMന്റെ കൈവശം ഈ ഘട്ടത്തിലുണ്ടോ ഷഫീദ്? രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തലവേദനയാണ് CPIMനെ സംബന്ധിച്ചിട്ട് ഈ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ തീരുമാനമുണ്ടാക്കുക എന്നുള്ളത്. ഏതായാലും നാളെ രാവിലെ 9:30 AK സെന്ററിലാണ് CPIM CPI ഉഭയകക്ഷി ചർച്ച നടക്കുക. ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചുമതലപ്പെടുത്തിയിരുന്നു. CPIയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുമായും ചർച്ച നടത്തും. CPIക്ക് രാജ്യസഭാ സീറ്റ് നൽകുകയും കേരള കോൺഗ്രസ് എമ്മിന് മറ്റു പദവികൾ നൽകി അനുനയിപ്പിക്കുകയും ചെയ്തതാണ് പരിഗണനയിൽ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതായി. ഈ പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് അനുവദിക്കണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെയും ആവശ്യം. ഇതിനൊക്കെ പുറമെ RJDയും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യസഭാ സീറ്റ് വിഭജനത്തിലെ അന്തിമ തീരുമാനത്തിനായി വരുന്ന തിങ്കളാഴ്ച LDF യോഗം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഒരു പ്രശ്നപരിഹാര ഫോർമുല കണ്ടെത്തുകയാണ് CPIമിന് മുൻപിലുള്ള വെല്ലുവിളി.